തിരുവനന്തപുരം പൂങ്കുളത്തെ സലൂൺ ഉടമ ഗോപിയാണിത്. വർഷങ്ങളായി ഇന്നാട്ടുകാർക്കിടയിൽ ഗോപി സെലിബ്രിറ്റിയാണ്. ഗോപിയെ VIP ആക്കിയത് VS-ഉം. ആ കഥ ഗോപി തന്നെ പറയും. VS-ൻ്റെ അടുത്തേക്ക് എത്തുന്നത് 1986 അന്ന് സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. ആ സമയത്താണ് ആദ്യമായിട്ട് VS-ൻ്റെ അടുത്ത് ആദ്യമായിട്ട് പോയ ആ ബന്ധം പിന്നെ തുടർന്ന് ഇതുവരെ. പിന്നെ ഞാൻ പോകുമ്പം തന്നെ അവിടെ തലേ ദിവസം വിളിച്ചിട്ട് ഓഫീസ് സ്റ്റാഫുകളെല്ലാം കറക്റ്റായിട്ട് അതിൻ്റെ കസേരയെല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കും. പുള്ളി വന്ന് മുടി വെട്ടി ചായയും കഴിച്ച് പത്രം വായിക്കും. ചിലപ്പോൾ ഞാനവിടെ കുറച്ച് സമയം ഇരിക്കും. രാവിലെ ഉറക്കാണീറ്റ് കഴിഞ്ഞാൽ അന്നൊക്കെ വെള്ളയമ്പലം സ്വിമ്മിംഗ് പൂളിലായിരുന്നു രാവിലെ പോകുന്നു. പോയിട്ട് വന്നിട്ട് ഒരു 10-15 മിനിറ്റ് വിശ്രമിക്കും. അതിനുശേഷം പിന്നെ മുടി വെട്ടും. ഇപ്പോൾ ഇരിക്കുന്ന സ്റ്റൈല് ഞാനാണത് അങ്ങനെ ശരിയാക്കി എടുത്തത്. നേരത്തെ ഉള്ള സ്റ്റൈൽ വേറെ ആയിരുന്നു. അതിന് തലയ്ക്ക് യോജിച്ച ഒരു സ്റ്റൈൽ ആക്കിയെടുത്തു. പ്രതിപക്ഷ നേതാവായപ്പോഴും പിന്നീട് മുഖ്യമന്ത്രിയായപ്പോഴും ഗോപിയെ VS വിട്ടില്ല. കന്റോൺമെന്റ് ഹൗസിലും ക്ലിഫ് ഹൗസിലും ഗോപി എത്തി. വിശ്രമ ജീവിതത്തിലേക്ക് VS മാറിയപ്പോഴും അടുത്തു ചെല്ലാൻ സ്വാതന്ത്ര്യമുള്ള അപൂർവം ചിലരിൽ ഒരാൾ. എല്ലാവരെയും ചെക്ക് ചെയ്ത് വിടുള്ളൂ. എനിക്ക് അങ്ങനെ ഇല്ലായിരുന്നു. ഞാൻ നേരെ അങ്ങ് കയറി പോകും. വീട്ടുകാരൊന്ന് ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരാൾ ഓടി വരുന്ന ആരാണെന്ന് അറിയാൻ വേണ്ടി. അപ്പം എനിക്ക് അത്ര സ്വാതന്ത്ര്യം ഉണ്ടാകും വീടുമായിട്ട്. വിളിച്ച ആ സെക്കൻഡ് ഞാനവിടെ എത്തും. അങ്ങനെ ഒരു ബന്ധമായിപ്പോയി. അത് രാത്രിയായാലും പകലായിരുന്നാലും വിളിച്ചാലും ഞാൻ ഉടനെ അവിടെ എത്തും. പുള്ളിക്ക് വെട്ടാനായിട്ട് കത്തിരി ചീപ്പ് അതെല്ലാം പ്രത്യേകം മാറ്റി വെച്ചിട്ടുണ്ട്. അത് വേറെ ആർക്കും ഉപയോഗിക്കില്ല. അത് ഞാനത് മുടി വെട്ടിയിട്ട് വന്ന് പിന്നെ എപ്പോഴും ക്ലീൻ ചെയ്ത് അതിനെ ഇതാ പുള്ളിക്ക് വെട്ടാൻ ഉപയോഗിക്കുന്ന സാധനം. ഇതിലേക്ക് മാറ്റിയിട്ടില്ല. ഈ സാധനങ്ങളാണ് പുള്ളിക്ക് വെട്ടാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് വേറെ ആർക്കും വെട്ടില്ല. ഈ കത്തിരിയും ചീപ്പും ഇതെല്ലാം ഞാൻ സാനിറ്റൈസർ ചെയ്ത് അങ്ങ് പ്രത്യേകം മാറ്റി. അരുൺകുമാറിനും ഞാനാണ് വെട്ടണം. അവരെ 3 പേരും സാധാരണ കൂടെ വെട്ടിയിട്ടാണ് വരണം. മകനും മകൻ്റെ മക്കൾക്കും അവർക്കും കൂടെ വിട്ടു. അവരൊക്കെ അന്നൊക്കെ കൊച്ചു കുട്ടികളായിരുന്നു. ഇപ്പോൾ വലിയ ആൾക്കാരായി. മുഖ്യമന്ത്രി പദവി VS ഒഴിഞ്ഞതിന് ശേഷവും ഗോപി അദ്ദേഹത്തിന്റെ മുടിയൊതുക്കാൻ പോകുമായിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം.